മണ്ണഞ്ചേരി ഗവൺമെന്റ് സ്കൂളിൽ 3ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗൗതമന് കൂട്ടുകാരോടൊപ്പം കളിക്കണമെന്നും ക്ലാസ്സിലിരുന്ന് പഠിക്കണമെന്നും ആഗ്രഹമുണ്ടെങ്കിലും വിധിയുടെ ക്രൂരതയിൽ അവൻ നിസ്സഹായനാണ്. മാസങ്ങൾക്ക് മുമ്പ് കളിക്കിടയിൽ നടന്ന അപകടമാണ് ഗൗതമിന്റെ ജീവിതത്തെ ദുരന്തപൂർണ്ണമാക്കി മാറ്റിയത്. 6 മാസങ്ങൾക്ക് മുമ്പ് വീടിന് സമീപത്തെ മാവിൽ നിന്നും ഗൗതം താഴെ വീണിരുന്നു. വീഴ്ചയിൽ സമീപത്തെ വെട്ടിനിർത്തിയിരുന്ന പേരമരത്തിന്റെ കൂത്താഗ്രങ്ങളിൽ തട്ടി ജനനേന്ദ്രിയത്തിന് തകരാറ് സംഭവിച്ചു. പൊടുന്നനെ അമ്പരാംകുളങ്ങര പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചു. ഹോസ്പിറ്റലിലെ ചികിത്സകൾക്ക് ശേഷം പതിവ് പോലെ സ്കൂളിൽ പോയ ഗൗതമിന് പെട്ടെന്ന് ദേഹാസ്വസ്ഥ അനുഭവപ്പെട്ടതിനെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ ചികിത്സ കുട്ടിക്ക് ആവശ്യമാണെന്നും ഓപ്പറേഷൻ നടത്തിയാൽ മാത്രമേ കുട്ടിയുടെ ജനനേന്ദ്രിയ തകരാർ പരിഹരിക്കാൻ കഴിയുള്ളൂവെന്നും ഡോക്ടർമാർ വിധിയെഴുതി. ഓപ്പറേഷൻ നടത്തുന്നതിനായി വേണ്ടിവരുന്നതാവട്ടെ 12 ലക്ഷം രൂപയും. ഭീമമായ തുക സമാഹരിക്കാൻ വഴിയില്ലാതെ കൂലിപ്പണിക്കാരനായി ഗൗതമിന്റെ അച്ഛൻ സുരേഷും അമ്മ ഷിബിയും 6 വയസ്സ് മാത്രം പ്രായമുള്ള ഏക സഹോദരി വിധിയുടെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ. കയറിക്കിടക്കാൻ പലക തറച്ച വീട് മാത്രമേ ഇവർക്ക് സ്വന്തമായുള്ളൂ. അത് വിറ്റുകിട്ടുന്ന പണം ഓപ്പറേഷന് പോലും തികയില്ല. ഈ കുടുംബത്തിന്റെ നിസ്സഹായാവസ്ഥ കണ്ടറിഞ്ഞ് വലിയ വീട് നവോത്ഥാന സമിതി വായനശാലയും പ്രദേശവാസികളും ചേർന്ന് ഗൗതമിന്റെ ചികിത്സയ്ക്കായി പണം ശേഖരിക്കുന്നുണ്ട്. മണ്ണഞ്ചേരി പുത്തൻചിറയിൽ സുരേഷ് ഷിബി ദമ്പതികളുടെ മകനായ ഗൗതമിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സുമനസുകളുടെ സഹായത്തിനായി ഈ കുടുംബം കേടുകയാണ്. ഗൗതമിന്റെ ചികിത്സാ ഫണ്ട് ശേഖരണത്തിനായി നാട്ടുകാരുടെ സഹകരണത്തോടെ മണ്ണഞ്ചേരി ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട്. 1251000243363 എന്ന ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് സുമനസുകൾക്ക് സഹായധനം എത്തിക്കാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.